ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളത്. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ എന്തെല്ലാമാണ്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു, നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്, മൊമെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അവർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയാത്തതായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ പോലെ തന്നെ അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ്. അതുപോലെ തന്നെ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് സാഹചര്യമായിരുന്നാലും അവർക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ ഉള്ളതായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി സ്വയം അവരിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ്. അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർ സ്വയം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ ഷാഡോ സൈഡ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരുപാട് കാര്യങ്ങൾ അവർ ക്ഷമയോടുകൂടി തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഒരുപാട് തരത്തിൽ ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ആൻഡ് അവർ കുറേയധികം നിങ്ങളെ അവഗണിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് സാഹചര്യം ആണ് കാണുന്നത്. അവർ ചിലപ്പോൾ നല്ലൊരു ജോബ് നേടിയെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവാം. അതായത് ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നും ആ വ്യക്തിയെ സാറ്റിസ്ഫൈഡ് ആക്കുന്നില്ല. അവരുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം മിസ്സിങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അതായത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെയാണെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അവരെന്തൊക്കെ നേടിയെടുത്തിട്ടും അതിലൊന്നും ഹാപ്പി ആയിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് യാതൊന്നും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അവർ കുറേ പേരുടെ ഒരു കൺട്രോളിലായിരിക്കുകയാണ്. അതായത് അവർക്ക് സ്വയം അവരുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കൺട്രോൾ കൊണ്ടുവരാനോ സാധിക്കുന്നില്ല. മറ്റ് ഒരു വ്യക്തിയുടെ കയ്യിൽ കളിപ്പാവ പോലെ അവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത്രയധികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ലൈഫിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു കാര്യങ്ങളിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഒരുപാട് ഇമോഷണലി ഈ വ്യക്തി അപ്സെറ്റ് ആവുന്നുണ്ട്. ഇമോഷണലായിട്ട് ഒരുപാട് ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അത്രയും ഹൃദയം തകർന്നു പോകുന്നൊരു വേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതായത് അവർ ഇപ്പോഴും നിങ്ങളെ വളരെ ഡീപ്പായിട്ട് തന്നെ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് മുന്നോട്ട് പോരുന്നൊരു റിലേഷൻഷിപ്പ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനിൽ പോയിരിക്കുകയാണ്. മുന്നോട്ടുള്ള ആ ഒരു പാദത്തിൽ അവരിനി എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു പാത്തിലൂടെ നിങ്ങളിലേക്ക് എത്തേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൂടെയുള്ളൊരു സന്തോഷം കണ്ടെത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അതായത് നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള ഹാപ്പി ഫാമിലി ലൈഫ്, അത്രയും സന്തോഷകരമായിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ വീട്, കുടുംബം, ഇതൊക്കെ അവരുടെ മനസ്സിൽ എത്തുന്നുണ്ട്. അതിൽ ഫ്യൂച്ചറിൽ അവരുടെ ലൈഫ് പാർട്ണറായിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാകണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ചിന്തകളാണ് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരു വെയിറ്റിംഗ് ഗെയിം ഇവിടെ കാണുന്നുണ്ട്. അതായത് ഇത് പലർക്കും ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം.
ഒന്ന് സെപ്പറേഷൻ ആവുന്നുണ്ട്, കുറേ മുറിവുകൾ ഉണ്ടാവുന്നുണ്ട് മനസ്സിന്. അത് ഒന്ന് ഹീലാകുമ്പോൾ വീണ്ടും നിങ്ങൾ റിയൂണിയൻ ആവുന്നുണ്ട്, വീണ്ടും നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, സെപ്പറേഷനിൽ പോകുന്നു. അതുകൊണ്ട് ഈ ഒരു സൈക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ലവ് ബിഗിൻസ്, അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു റിയൂണിയൻ പോസിബിലിറ്റി ആണ് കാണുന്നത്. വളരെയധികം സ്നേഹത്തോടു കൂടി ആ പഴയതിനേക്കാളും മെച്ചമായ രീതിയിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ണറാണ്, നിങ്ങളുടെ വിധിയിൽ എഴുതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഈ വ്യക്തി തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് വരാനുള്ള സാധ്യതയായിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഓരോ സൈഡായിട്ട് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റ് ചില സൈഡുകൾ അവർക്ക് ഇല്ലാണ്ടാവാൻ പോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് എന്താണ് ആ ഒരു സൊല്യൂഷൻ, എവിടെയാണ് ആ ഒരു മിസ്സിംഗ് പീസ് ഉള്ളത് എന്ന് അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഇല്ലാത്ത പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള ചോയ്സസ് അവരുടെ മുന്നിലുണ്ട്. അതാണ് ഫസ്റ്റ് കാർഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് എന്താണ് ആ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് എന്താണ് ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടത് എന്നവർ ആലോചിക്കുകയാണ്. അതായത് നിങ്ങളെ നേടുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടും, അവർ മറ്റു ചില കാര്യങ്ങൾ നേടാൻ പോകുമ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത്. അതുകൊണ്ട് അവർ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ആ വ്യക്തി ഉള്ളത്. സോ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് അവരുടെ ചിന്തകളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.